വെളുത്തുള്ളി, സവാള, ഇഞ്ചി, പച്ചമുളക് ഇത്ര അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കറി വെക്കാം. അപ്പോഴേ ഞാൻ ഇതുവരെ ബീഫ് റോസ്റ്റ് വെക്കുന്നത് കാണിച്ചിട്ടില്ല അല്ലേ. അപ്പൊ ഞാനതിന് ബീഫൊക്കെ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്കിതൊന്ന് ഉപ്പിൽ പറ്റിച്ചെടുക്കണം കേട്ടോ. ഉപ്പിൽ പറ്റിച്ച് വേവിച്ചിട്ട് പിന്നീട് താളിക്കുകയാണ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങ് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സമയമുള്ളപ്പം വന്നിട്ട് താളിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ കഴിക്കാറാവുമ്പോൾ താളിച്ചെടുത്താലും മതി. അപ്പോൾ ബീഫ് റോസ്റ്റ് ഉപ്പിൽ പറ്റിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇടുന്നത് നോക്കാം. ഇത് ബീഫിൽ ഒട്ടും വെള്ളമില്ലാതെ നമ്മൾ കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിയത്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടുതൽ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ സ്പൂണിനാണ് കേട്ടോ, അത് 1 സ്പൂൺ അല്ല ശരിക്കും അളവ്, അതിൽ കുറച്ച് കുറവാണ്. പിന്നെ ഇതാ വേവിക്കുമ്പോൾ 1 സ്പൂൺ നിറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം. വെറുതെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പറ്റിച്ചാലും മതി കേട്ടോ. പിന്നെ ഇതിൻ്റെയൊക്കെ എരിവും കുറച്ച് ഇഞ്ചിയുടെ ടേസ്റ്റ് ഒക്കെ ഒന്ന് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ഇഞ്ചി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, നമുക്ക് ഏതായാലും താളിക്കുമ്പോൾ ഇഞ്ചി ഇടാനുള്ളതാണ്. അപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കാം. ചതച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. ഇതൊക്കെ ചതച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ അതിൻ്റെ നീരും കൂടെ ഇറങ്ങും. ഇവിടെ ചതയ്ക്കുന്ന മെഷീനൊന്നും ഇല്ലാത്തതുകൊണ്ട് മിക്സി കഴുകുന്ന മടി കൊണ്ടേ ചെയ്യുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് ചതച്ചിടാം, പക്ഷെ മിക്സിയിലിട്ടാൽ ഭയങ്കരമായിട്ട് ചതഞ്ഞു. നമ്മൾ കല്ലിൽ ഇടിച്ചെടുക്കുവാണ് ഏറ്റവും നല്ലത്. ഇനി ഇത് നല്ലവണ്ണം കൈ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് തീ കത്തിച്ചു കൊടുക്കാം. മൂടി വെച്ചിട്ട് ഞാൻ അടുപ്പിക്കാതെയാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പൊ ഞാനിത് അടുപ്പിക്കാതെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. കുക്കറിൽ നല്ല വിസിൽ വരാറാവുന്നത് വരെ നല്ല തീയിലിട്ട് കൊടുത്തിട്ട് വിസിൽ വരാറാവുമ്പോൾ തീ കുറച്ചിട്ട് കൊടുക്കണം. ചിലപ്പോൾ ഒരു വിസിലൊക്കെ വരും കേട്ടോ. എന്നാലും ഒരു 15 മിനിറ്റ് ഇതുപോലെ വെച്ചിരുന്നു കഴിഞ്ഞാൽ തീ കുറച്ചിട്ട് വേവിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. വിസിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഒക്കെ കുളവാകും. അതുകൊണ്ടാണ് കേട്ടോ വിസിൽ അടുപ്പിക്കാത്ത. 20 മിനിറ്റ് അവിടെ ഇരുന്നോളും. നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ആ സമയത്ത് നമുക്ക് വേറെ പണികൾ ചെയ്യാം, റെസ്റ്റ് എടുക്കുകയും ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഓക്കെ. അപ്പോൾ അതേ നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവാണ് കേട്ടോ. ബീഫ് റോസ്റ്റ് വെക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉരുളിക്കകത്താണ് കേട്ടോ വെക്കുന്നത്. നോൺ സ്റ്റിക്ക് പാനൊന്നുമില്ല, ഉരുളിയിൽ വെച്ചാലാണ് അതിൻ്റെ ഒരു സുഖം. കടുകൊന്നും പൊട്ടിക്കുന്നില്ല കേട്ടോ. വൈപ്പിങ്കാരും ബീഫ് റോസ്റ്റ് വെക്കുന്ന പോലെയാണ് വെക്കുന്നത്. ഞങ്ങൾ കടുക് പൊട്ടിച്ചിട്ട് വെക്കുള്ളൂ, ഇടുക്കിക്കാർ. ഒക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇഞ്ചി, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര ഇട്ട് കൊടുക്കാമേ. ഉള്ളിയല്ല, സവാള. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. ഞാനിന്ന് ഒലിവ് ഓയിലും കൊണ്ടാട്ടമുളക് വറുത്തു കേട്ടോ. ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല കേട്ടോ. ശരിക്കും നമ്മൾ വെളിച്ചെണ്ണയിൽ വറക്കുന്ന പോലെ തന്നെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പതിയെ ഒന്ന് എണ്ണയൊക്കെ എല്ലായിടത്തും പറ്റി വാടി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാമേ. 1.5 സ്പൂൺ ഉപ്പ് ഞാൻ ഇറച്ചിക്കകത്തിട്ട് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 1 സ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കിലോ ഇറച്ചിയാണുള്ളത്. എനിക്ക് ഇച്ചിരി ഉപ്പ് മുന്നിൽ വെക്കണം. കറിക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഉപ്പിൻ്റെ ആ ഒരു ഇതിലാണ് നമ്മുടെ കറിയുടെ രുചി മുൻപന്തിയിൽ വെക്കുന്നത്. ഉപ്പിടാത്ത കറിക്ക് വല്ല രുചിയുണ്ട്, ഒരു ടേസ്റ്റും ഇല്ല. ഉപ്പ് സത്യാഗ്രഹമൊക്കെ നടത്തിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തതിനെന്ന് ആലോചിക്കാതെ. ഇനിയിപ്പോൾ ഇതൊന്ന് ആയി വരട്ടെ കേട്ടോ. നമുക്കൊരു തക്കാളി അരിഞ്ഞിട്ട് വരാമേ. തക്കാളി എടുക്കാൻ മറന്നുപോയി. അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം.
ഒരു വലിയ തക്കാളി ഇടുന്നുണ്ട്. നല്ലവണ്ണം ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി നല്ലവണ്ണം ഒന്ന് വെന്ത് വരണം. 5 മിനിറ്റ് തീ കുറച്ച് വെച്ച് കൊടുക്കാവേ. തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. 2 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. മീറ്റ് മസാല ഞാൻ കവറോടുകൂടിയാണ് ഇടുന്നത്. ഒരു വലിയ ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. കുറച്ച് ഗരം മസാല, മീറ്റ് മസാല ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഗരം മസാല ഇട്ടാൽ മതി. ഇനി മീറ്റ് മസാല ഇടുന്നില്ലെങ്കിൽ നല്ലവണ്ണം ഗരം മസാല ഇടണം. ഇതൊരു ടീസ്പൂൺ ഗരം മസാല ഇട്ടാൽ മതിയേ. പിന്നെ ഇടുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാണ് കേട്ടോ. 1 സ്പൂൺ കുരുമുളക് പൊടി. ഏകദേശം ഒരു കണക്കൊക്കെ നമുക്കറിയാലോ. സ്ഥിരം ഇടുന്നതായതുകൊണ്ട് നമുക്ക് പിന്നെ സ്പൂണിന്റെ അളവൊന്നും വേണ്ട. ഞാൻ കുടഞ്ഞങ്ങിടും. ഇനി തീ നല്ലവണ്ണം കൂട്ടി വെച്ചിട്ട് നല്ല കറുക്ക വറുത്തെടുക്കാവേ. എണ്ണ കോരി ഒഴിക്കാത്തതുകൊണ്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ ഇത് വഴണ്ടി വരാൻ. അല്ലെങ്കിൽ എണ്ണ നല്ലോണം കോരി ഒഴിച്ചിട്ടുണ്ടാവണം. അപ്പം അധികം നമ്മൾ ഇറച്ചിയോ മീനോ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് കഴിച്ചാൽ മടുക്കത്തില്ല കേട്ടോ. പക്ഷേ ഈ പരിപ്പ് പയർ അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുമ്പോഴല്ലോ ഒരു ദിവസം കൂട്ടുമ്പോൾ തന്നെ നമുക്ക് മതിയാവും. പിന്നെ പിറ്റേ ദിവസം ആ സെയിം കറി തന്നെ കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പണി എളുപ്പമുണ്ട്, ലാഭവുമാണ്. കാരണം എന്നൊന്നും കറി വെക്കണ്ടല്ലോ. ഇതൊക്കെ നല്ല കറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബീഫിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. റോസ്റ്റ് ആണ്, അതുകൊണ്ട് അധികം വെള്ളം ഇല്ലാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇത് വറ്റാൻ വേണ്ടി നോക്കിയിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കാതെയാണ് കേട്ടോ ബീഫ് വേവിച്ചത്. നമുക്കിതിലേക്ക് ബീഫ് കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ കൊത്തിട്ടില്ല, തേങ്ങ പൊട്ടിക്കണം. തേങ്ങ കൊത്തിട്ട് വഴറ്റണമായിരുന്നു. മറന്നു പോച്ചിടാ, മറന്നു പോച്ച്. ഇനി എന്താ, ഇതിൽ ഇച്ചിരി വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. ഇത് കഴുകി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ചൂടായി വരട്ടെ. തിളയ്ക്കാനുള്ള വെള്ളമേ. ഞാൻ ദേ കറിവേപ്പില ഇടുവാണ് കേട്ടോ. കറിവേപ്പിലൊക്കെ ഇട്ട് അങ്ങ് മൂടി വെച്ച് കൊടുക്കാം. അത് നല്ലോണം തിളച്ച് വരട്ടെ. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കൊരു തേങ്ങ ഉടച്ചേ കൊത്തിയെടുത്തിട്ട് വരാം. അപ്പം തേങ്ങാക്കൊത്ത് വറുത്തിടൽ നടക്കൂല. തേങ്ങാക്കൊത്തിടാൻ മറന്നു പോകുമ്പോൾ ഞാൻ ചെയ്യുന്ന പണിയാണ് കേട്ടോ ഇത്. ഇങ്ങനെ അങ്ങോട്ട് കൊത്തിയെടുക്കും. ഇങ്ങനെ കൊത്തിയെടുക്കാം. നോക്കിയോ? ഓണാക്കി ഇതെങ്ങനെ ഇങ്ങനെ കൊത്തിയെടുക്കും കേട്ടോ. നമുക്കിങ്ങനെ കൊത്തിയെടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല. തിളച്ച് പറ്റിപ്പോകുന്നതിന് മുമ്പ് ഇടണ്ടേ. ഷേപ്പൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. എൻ്റെ പഴയ കത്തിയായിരുന്നു നല്ല സിമ്പിളായിട്ട്. കത്തി ശരിയല്ലാത്തതുകൊണ്ടേ കൈ വേദന എടുക്കും. അതാണ് പാകം. ഷേപ്പൊന്നും ഉണ്ടാവൂലെന്നുള്ളൂ. കത്തിയ പാകം. നമ്മുടെ ഇരുമ്പിന്റെ കത്തിയില്ലേ, അതാണ് എല്ലാത്തിനും നല്ലത്. കുറച്ച് മതിയില്ലേ? മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ.
ഇതേ കറിയൊക്കെ നല്ല പാകത്തിന് തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇടുന്ന കാര്യം മറന്നുപോയാൽ പിന്നെ ഇങ്ങനെയാണ്. ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒന്ന് വെന്ത് വന്നോട്ടെ. ഇതാ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പഴംപൊരി ഉണ്ടാക്കിയാൽ ബീഫ് റോസ്റ്റ് കൂട്ടി കഴിക്കാറുണ്ട്. ഇതാ ഇപ്പൊ നമ്മുടെ ബീഫ് റോസ്റ്റ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ തേങ്ങാക്കൊത്തിടാൻ മറന്നുപോയാൽ പിന്നീട് ഇട്ടാലും മതി കേട്ടോ. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ആ വറക്കുന്നില്ല എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. തേങ്ങാക്കൊത്ത് മുകളിൽ കിടക്കട്ടെ. കൊള്ളാം, അടിപൊളി. തീ നിർത്തി കൊടുക്കാം, അല്ലെങ്കിൽ മൊത്തം വറ്റിപ്പോവും. ഒരു കറിവേപ്പിലയും കൂടെ കിടക്കട്ടെ അല്ലേ, അല്ലെങ്കിൽ പിന്നെ രസമില്ല കാണാൻ. അപ്പൊ ദേ നമ്മുടെ അടിപൊളി ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി പഴംപൊരി ഉണ്ടാക്കണം. പഴംപൊരിയും ബീഫും റെഡി ആയിട്ടുണ്ട് കേട്ടോ.